ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇന്ത്യൻ ടു എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇന്ത്യൻ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയുടെ പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സേനാപതി ആരാണെന്നും എന്തിനാണ് സേനാപതി എന്നും ഇന്ത്യൻ ടു കാണാൻ പോകുന്ന ഓരോ പ്രേക്ഷകനും നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. അഴിമതി കാണിക്കുന്നവരെ കൊന്നുകളയുക എന്നതാണ് സേനാപതിയുടെ ദൗത്യം. അങ്ങനെ ചിന്തിച്ച് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകനെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇമോഷണലി എങ്ങനെ കണക്റ്റ് ആക്കും എന്നതായിരുന്നു എൻ്റെ ആശങ്ക. ആ ആശങ്ക തന്നെ സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ എന്ന സിനിമ കണ്ട നമ്മളെ ഇന്ത്യൻ ടു എന്ന സിനിമയിലേക്ക് വരുമ്പോൾ എത്രത്തോളം എൻഗേജ് ചെയ്യിച്ച് നമ്മളെ ആ സിനിമയിൽ പിടിച്ചു നിർത്താൻ ശങ്കർ എന്ന സിനിമാ സംവിധായകന് കഴിയും എന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സംശയമായിരുന്നു. ആ സംശയത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ വൻ പരാജയമാണ് എന്നേ പറയാൻ കഴിയൂ. കാര്യം ഇന്ത്യനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ കണക്റ്റ് ഇന്ത്യൻ ടു വന്നപ്പോഴത്തേക്കും അത് ഉണ്ടാക്കിയെടുക്കാൻ ശങ്കർ എന്ന സംവിധായകന് സാധിച്ചിട്ടില്ല. അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തന്നെ പറയേണ്ടി വരും. മുമ്പ് പറഞ്ഞ പോലെ ആരാണ് എന്താണ് സേനാപതി എന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. അങ്ങനെയുള്ളപ്പോൾ പ്രേക്ഷകനെ ഇമോഷണലി കണക്റ്റ് ആക്കുന്ന ഒരു തിരക്കഥയൊരുക്കാൻ ബ്ലോക്ക് ബസ്റ്ററുകളുടെ സംവിധായകനായ ശങ്കറിന് കഴിയാതെ പോയി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അഴിമതി ചെയ്യുന്നവനെ കാണിക്കുന്നു, സേനാപതി വരുന്നു, കൊല്ലുന്നു എന്നല്ലാതെ അത് പ്രേക്ഷകനുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ സംവിധായകൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. കമൽഹാസനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ പാവം തോന്നി. കാര്യം പുള്ളി എന്തോ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ റോള് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂസിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇന്ത്യൻ ടു ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, ഇന്ത്യൻ ത്രീ ആണ് ചെയ്യാൻ കൂടുതലായിട്ട് താല്പര്യമുള്ളത്. കാര്യം അതിന്റെ ത്രെഡും അതിന്റെ പ്ലോട്ടും ഒക്കെ ഭയങ്കര ഇംപ്രസീവ് ആണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഈ സിനിമ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയം വല്ലാത്തൊരു ഏച്ചുകെട്ടൽ പോലെ നമുക്ക് തോന്നും. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സ് പോലെയൊക്കെയാണ് ചില സീൻസിൽ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഇവിടെ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് കിട്ടുന്നില്ല. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, മുൻകാല ചിത്രങ്ങളിലെ BGM ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര സെൻസേഷനും കാര്യങ്ങളൊക്കെ ആയ പല BGMസും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ വർക്ക് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമുക്ക് ആ പടത്തിനെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ തക്ക ഒരു BGM ആയിട്ടൊന്നും നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. ഒരു ആവറേജ് മ്യൂസിക് അല്ലെങ്കിൽ ആവറേജ് BGM ആയിട്ട് നമുക്ക് ഇതിനെ കാണാനും കണക്കൂട്ടാനും പറ്റും. സെക്കൻഡ് ഹാഫിലെ ആളുകളെല്ലാം സേനാപതിക്ക് തിരിയുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ, ഇന്ന് നല്ലത് പറഞ്ഞ് കൈയടിച്ചവർ തന്നെ നാളെ നമ്മളെ തള്ളിപ്പറയും. അത് 100% സത്യസന്ധമായ കാര്യമാണ്. അത് ആ ഒരു സീൻ ഭയങ്കര ഇമ്പാക്റ്റ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാക്കുന്നു. പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നല്ല ഒരു തിരക്കഥ ഒരുക്കിയിട്ട് മാത്രം അദ്ദേഹം രണ്ടാം ഭാഗം ചെയ്യാമായിരുന്നുള്ളൂ. കാര്യം ഇതൊരു അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മുഴച്ചു നിൽക്കുന്നു. കറക്റ്റ് ഫിനിഷിങ്ങിലല്ല ഈ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ നിൽക്കുന്നത്. ഇന്ത്യൻ ത്രീ എന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സിനിമ, അതായത് ഇന്ത്യൻ ടു എന്നൊരു പാർട്ട് ഇറക്കി അതിനുശേഷം ഇന്ത്യൻ ത്രീ ഉണ്ട് എന്നൊരു ഹിന്റ് കൂടെ ഈ ഒരു സിനിമയുടെ അവസാനം കൊടുത്തിട്ട് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് അത് വേണ്ടിയാണോ എന്നറിയില്ല. ഇപ്പൊ തന്നെ കമൽഹാസൻ സാറ് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇന്ന പോലെ എനിക്ക് ഇന്ത്യൻ ത്രീയുടെ കഥയാണ് ഇഷ്ടം, അത് ചെയ്യാനാണ് താല്പര്യം, ഇന്ത്യൻ ടു ചെയ്യാതെ ഇന്ത്യൻ ത്രീ ചെയ്യാം എന്നൊരു ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട്. ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസി കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പുള്ളി ഇന്ത്യൻ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടു വന്നു അതിനുശേഷം ഇന്ത്യൻ ത്രീ ഇറക്കുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇന്ത്യനെ വെച്ച് കമ്പാരിസൺ ചെയ്യാൻ ഒരിക്കലും ഇന്ത്യൻ ടുവിന് കൊണ്ട് പറ്റില്ല. കാര്യം ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ അതൊരു എന്താ പറയാ, അതൊരു വേറൊരു ലെവൽ സിനിമയാണ്. പക്ഷെ ഇന്ത്യൻ ടു നമുക്ക് ഒരു ആവറേജ് സിനിമ അനുഭവമാണ്. ഭയങ്കര വലിയ സിനിമ, എന്താ പറയാ, ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവര് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന
സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് പക്കാ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ഇതിനകത്ത് സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ കൂടി അതിനെയൊന്നും ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ തിരക്കഥയുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അപ്പോൾ നമ്മളൊരു പ്രേക്ഷകൻ ആ ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകൻ ആ സിനിമയുടെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ആ തിരക്കഥയ്ക്ക് നല്ല കെട്ടുറപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കെട്ടുറപ്പില്ലാത്തൊരു തിരക്കഥയുടെ പിൻബലത്തിലാണ് ഇന്ത്യൻ 2 ഇന്ന് സിനിമാ തിയേറ്ററുകളിൽ റിലീസായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം ഈ ഒരു സിനിമ ഹിറ്റ് ചാർട്ടിലേക്ക് ഇടം നേടും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാര്യം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ അതിനകത്ത് പേഴ്സണലി പറയാൻ സാധിക്കും, നമ്മളുടെ കൺമുമ്പിൽ മൺമറഞ്ഞു പോയ പല നടന്മാരെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം അതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ നെടുമുടി വേണുചേട്ടനും തമിഴ് സിനിമാ നടൻ വിവേകും അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പുള്ളി റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കൊള്ളാം. നമ്മുടെ ആ ഒരു AI-യുടെ സഹായത്തോടു കൂടി ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് അത്യാവശ്യം ബ്രില്യൻറ്റ് വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ അറിയാലോ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ വേണുചേട്ടനെ നമുക്ക് ഒന്നുകൂടെ തിരശ്ശീലയിൽ കാണാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ആ സിനിമയിൽ ഭയങ്കരമായിട്ടും മിസ് ചെയ്യും. കാര്യം നമ്മൾ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാട് വല്ലാതെ നമ്മുടെ മനസ്സിനെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ്. എങ്കിൽ തന്നെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് മൂവിയാണ്. എങ്കിലും കമൽഹാസൻ സാറിന് വേണ്ടിയിട്ടും ശങ്കർ സാറിന്റെ ആ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിനിമയെ പരിഗണിക്കാം. നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. കാര്യം അത്യാവശ്യം വിഷ്വൽ ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് വന്നിട്ടില്ല എന്നത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ 3 വരുമെന്ന് ഒരു ഹിന്റ് ടൈലൻഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ 3യുടെ ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു ആത്മവിശ്വാസം തോന്നുന്നു. ഇന്ത്യൻ 3 ഇന്ത്യൻ 2 പോലെ ആവില്ല. ശരിക്കും ശക്തമായ ഒരു തിരക്കഥയുടെ പിൻബലത്തിലായിരിക്കും ഇനി ആ സിനിമ വരിക എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായി. അപ്പൊ അതിന് എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് ഇനി സിനിമ ഇറങ്ങിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്ത്യൻ 2 എന്ന് പറയുന്നത് ഒരു ആവറേജ് മൂവിയാണ്. പക്ഷേങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണുന്നത് കൊണ്ട് തെറ്റില്ല. എങ്കിലും മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.